Hello friends, welcome to my channel Sunita's Time. പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതിയുടെ തുടക്കമായിട്ട് കേരളത്തിലും തുടങ്ങിയല്ലോ. അപ്പോൾ അതിന് ഞാനും അനിയനും കൂടെ ബസ് യാത്രയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്തു. അനിയന് ക്യാഷ് പേ ചെയ്തു, എന്നാൽ എനിക്ക് 0 ആയിരുന്നു. ടിക്കറ്റൊക്കെ സൂക്ഷിച്ച് എടുത്തു വയ്ക്കുക, കാറ്റത്തൊന്നും പോകാതെ, കാരണം ഇടയ്ക്ക് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. എൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പദ്ധതി വരണമെന്ന്. കാരണം ഹൈദരാബാദിൽ പോയപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം ഇതേപോലെ ടിക്കറ്റ് എടുക്കാതെ അല്ലെങ്കിൽ 0 ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത് കണ്ടത്. അന്ന് തുടങ്ങിയാണ് നമ്മുടെ കേരളത്തിലും എപ്പോൾ വരും എന്ന് വിചാരിച്ച് ഇരുന്നു. എന്നാൽ അതിൻ്റെ സമയമായി. ഇപ്പോൾ അത് നമ്മുടെ കേരളത്തിലും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏറെ സന്തോഷമായി എനിക്ക്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു യാത്ര നമ്മുടെ പാലക്കാട്ടിൽ തന്നെ നടത്തി. കോൾഡായത് കാരണം സൗണ്ടൊന്നും ശരിക്കില്ലായിരുന്നു. വോയിസ് ഓവർ കൊടുക്കാനും ഈ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം സ്ത്രീകൾക്ക് മാത്രമാണ് സൗജന്യ യാത്ര. ഇടയ്ക്ക് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചെക്കിങ്ങിന് ആൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ടിക്കറ്റൊന്നും കളയാതെ സൂക്ഷിക്കുക. ഞാൻ ബസ് സ്റ്റോപ്പ് ഇറങ്ങിയപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോകാൻ നിൽക്കുമായിരുന്നു. എങ്കിൽ ഒന്നും കൂടെ എൻ്റെ കൂട്ടുകാരിക്ക് ഒരു ഫോൺ വിളിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചപ്പോൾ ആൾ വീട്ടിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുന്നതാണ്, ഇടയ്ക്ക് ടൂർ പോകുന്നതാണ്. വീട്ടിലുണ്ടായിരുന്നത് കാരണം ജ്യൂസും സ്നാക്സ് എല്ലാം കിട്ടി, കഴിച്ചു. ഉച്ചയായതുകൊണ്ട് നല്ലൊരു അടിപൊളിയായൊരു ഊണും കിട്ടി. അതും കഴിച്ച് ഞാനും അനിയനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത് ഇറങ്ങി. അപ്പോൾ ഇതെൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ.